ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു ആൽബമാണ് കേട്ടോ. ഇതുപോലത്തെ 5 എണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. ഏകദേശം ഇത്രയും പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കസ്റ്റമർക്ക് വേണ്ട രീതിക്ക് എഡിറ്റാക്കി പ്രിന്റ് എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ എഡിറ്റിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് A4 കട്ടർ ആയതുകൊണ്ട് ഞാൻ സെന്ററിൽ നിന്ന് കത്രിക വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രിന്റും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കട്ടറിൽ വെച്ച് ബാക്കിയുള്ളത് സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ 4x4 സൈസിനാണ് കേട്ടോ ഈ ഒരു ആൽബം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു A3 പ്രിന്റിൽ നമുക്ക് ഏകദേശം 12 എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ആൽബത്തിന് നമ്മൾ 12 പേജസ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 ബുക്ക് ആൽബമാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പേജസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ പേജസിൽ ഹോൾ ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പഞ്ചിങ് ടൂളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് താഴെ മുകളിലും പഞ്ച് ചെയ്യാം. സോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്തിട്ട് ആ ഒരു അളവിലാണ് കേട്ടോ ഈ പേജസിലൊക്കെ ഹോൾ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ പഞ്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യത്തെ ഒരെണ്ണത്തിൽ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു അളവിലാണ് ഞാൻ ബാക്കിയുള്ള പേജസൊക്കെ ഹോൾ ഇടുന്നത്. അങ്ങനെ എല്ലാ ആൽബത്തിന്റെ പേജസിലും നമ്മളിങ്ങനെ പഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ റിംഗ് ഇടണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബൈൻഡിങ് റിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെറ്റിൽ 12 പീസാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുമേ. എല്ലാ ആൽബത്തിന്റെ പേജസിലും നമ്മൾ ഹോൾ ഇട്ട ഭാഗത്ത് ഈ ഒരു റിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ബുക്ക് ആൽബം ഇവിടെ റെഡി ആയിട്ടുണ്ട്.